ശിവരാജ് ഗോകുൽ, ഇവിടെ ഇവിടെ SIT ഈ പറയുന്നത് പോലെ നേരായ വഴിക്ക് പോകുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ SIT നേരായ വഴിക്ക് പോകുന്നു. ആ നേരായ വഴിക്ക് പോകുന്നതിന്റെ ഭാഗമാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ എന്ന് BJP വിശ്വസിക്കുന്നുണ്ടോ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഈ വിഷയത്തിനകത്ത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടുകൂടിയാണ് ഇപ്പോൾ ഹാഷ്മി പറഞ്ഞൊരു കാര്യം കേട്ടത്. അതായത് SIT സോഴ്സുകളിൽ നിന്നാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന വിവരം മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള കാര്യം. കഴിഞ്ഞ മാസം ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതീവ രഹസ്യമാക്കി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തയാൾ SIT ഇത്തവണ അവർ തന്നെ വാർത്ത ചോർത്തി മാധ്യമങ്ങൾക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അംശമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. ഇവിടെ ശ്രീ അടൂർ പ്രകാശ് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ശ്രീ PK ഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹം പോയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന തീയതികളും കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രവുമല്ല, സോണിയാഗാന്ധി എന്ന് പറയുന്നയാൾ എത്രമാത്രം അധികാരത്തിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പോറ്റിക്ക് വെറുതെ അങ്ങ് കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രസാദമായിട്ട് കയറി ചെന്ന് കാണാൻ പറ്റുന്ന ആളൊന്നും അല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അത്രയും അടുത്ത ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് സോണിയാഗാന്ധിയുടെ കൂടെ പഠിച്ച ആളോ സോണിയാഗാന്ധിക്ക് വളരെ അടുപ്പമുള്ള ആളോ അവർ സമപ്രായക്കാരോ ഒന്നും അല്ലല്ലോ. കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ടുള്ള പരിചയം തന്നെ ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ബന്ധം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിരവധി പോറ്റിമാരുണ്ട്, നിരവധി വോട്ടർമാരുണ്ട്, നിരവധി ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അടൂർ പ്രകാശ് എത്ര പേരെ കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നവരുള്ളൂ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളെ കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ അത്രയേറെ ബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കേസിനകത്ത് വലിയ പ്രാധാന്യം ആ ബന്ധത്തിനുണ്ട്. അപ്പോൾ ആ ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും ഒക്കെ വളരെ നേരത്തെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. ഏറ്റവും കുറഞ്ഞത് അരക്കൊല്ലമെങ്കിലും ആയി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേരള രാഷ്ട്രീയവും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിട്ട്. അരക്കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടോ വാട്ടെവർ SIT വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ആ പാട്ടാണ്. ഏത് പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന ആ പാട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ആ പാട്ട് പാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെയും ഈ കേസ് എങ്ങനെയെങ്കിലും കുറച്ച് 1-2 ആൾക്കാരിലൊക്കെ എത്തിച്ച് അന്വേഷണത്തിന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മന്ദീഭവിപ്പിച്ച് ആൾക്കാരുടെയും ഹൈക്കോടതിയുടെയൊക്കെ കണ്ണിൽ, ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ നിന്ന് വിമർശിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിനെ കൊണ്ട് മനുഷ്യസാധ്യമാകുന്ന തലത്തിൽ എല്ലാത്തിലും വിമർശിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിന്റെ പോക്കിനെ ഉൾപ്പെടെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ എന്താണ് ഫലവത്താവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോരുത്തരായിട്ട് ജാമ്യം കിട്ടി, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ നമ്മൾ എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിമർശനങ്ങൾ ഹൈക്കോടതിക്ക് പോലും ഉണ്ട്. ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ വിഭാഗം ശരിയായിട്ടല്ല, പ്രത്യേക അന്വേഷണ കമ്മീഷൻ അത്ര ശരിയായിട്ടല്ല അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഹൈക്കോടതിക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ശരി തന്നെയാണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഏതെങ്കിലുമൊക്കെ 2-3 ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ പത്മകുമാർ വരെ ഉള്ളവരിൽ എത്തിച്ചിട്ട് ഈ കേസ് അന്വേഷണം പൂട്ടിക്കെട്ടി പോയിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഇത് പോറ്റിയെ കേറ്റിയെ സ്വർണം കെട്ടത് സഖാക്കളാണ് എന്ന് ജനങ്ങൾ പാടും എന്നറിയാമെന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള അവരുടെ കൂട്ടാളികളായിട്ടുള്ള, ഇപ്പൊ സ്വർണം കെട്ടത് സഖാക്കളാണെന്നുണ്ടെങ്കിൽ വിറ്റത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ്. ആ വിറ്റ കോൺഗ്രസ്സുകാരിലേക്ക് കൂടി അന്വേഷണം എത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ നിർബന്ധിതരായിരിക്കുന്നതാണ്. കാരണം ഇത്തരത്തിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇനി കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടാവും. എൻ്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ച് ചോദ്യം ചെയ്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കിട്ടി. ഇത് മിക്കവാറും LDF UDF തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് പോലും സംശയിക്കേണ്ടി വരും. കാരണം എന്താണ്, LDF-ന് തിരിച്ച് UDF-ന്റെ മേൽ പഴിചാരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കിട്ടി, UDF-ന് കാലാകാലങ്ങളായിട്ട് LDF-ന്റെ മേൽ പഴിചാരാൻ വേണ്ടിയിട്ട് കാര്യം കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും
രണ്ടുപേരുടെയും ഗെയിം കഴിഞ്ഞു. യഥാർത്ഥ പ്രതികളിലേക്ക് ഇനി എത്തില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും വിളിച്ച് ചോദ്യം ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം എങ്ങും എത്തിത്തീരും എന്നുള്ളൊരു വിശ്വാസം നിലവിലെ പോക്ക് കണ്ടിട്ട് കാണുന്നില്ല. നാടകവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തെ ആദരവോടെ കാണുന്ന ആരും അങ്ങനെ സംശയിച്ചാൽ പഴി പറയാനും കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.